ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ കേട്ടോ. പല്ല് തേച്ച് ഇനി ഫുഡ് കഴിക്കട്ടെ. ഇപ്പം നാത്തൂൻ്റെ വീട്ടിലാണ്. എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എത്തിയതാണ് ഞങ്ങൾ. നല്ല വിശപ്പ്. ഞാൻ എന്തൊക്കെ കഴിക്കട്ടെ. ദസുവാൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ ശനിയാഴ്ച അത് കാണാൻ വേണ്ടിയിട്ട് വന്നത്, അവൾ പോണത്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ചെറിയത് കുളിപ്പിച്ച് റെഡി ആയിട്ടാണ് ഇനി ഞങ്ങൾക്ക് പോകാൻ. ഞാൻ വേഗം കഴിക്കട്ടെ. പൊറോട്ട ആണ് കേട്ടോ. ഇവിടെ ദോശയാണ്. ഞാൻ ഇന്നലെ ഞാനോ അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ ദോശയാണ് കഴിച്ചത്. വീട്ടിൽ ദോശയായിരുന്നു. അപ്പം ഇന്നലെ മാവ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ദോശ തിന്ന് ഞാൻ മടുത്തിരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ കൊച്ചുനോട്ട് രാവിലെ ചെറിയൊരു പൊറോട്ട വാങ്ങിപ്പിച്ച് വെച്ചേക്കുന്നു. നല്ല ചൂട് പൊറോട്ട കഴിക്കാം. വരണം മതി, വേണമെങ്കിൽ എടുക്കാം. കറി ഗ്രീൻ ബീൻസ്. പൊറോട്ടയുടെ കൂടെ കിട്ടിയ കറിയാണ്. പൊട്ടിക്കാനും മേലെ സോയാബീൻ പൊരിച്ചതാട്ടെ. ഇത് അല്ലുവിന് സ്കൂളിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചെടുക്കാം. ഇനി ചായ ചൂടാക്കണം. ഇന്ന് അൻഷയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അവൾ ഓടി ഇങ്ങോട്ട് പാടി. അല്ലെ, എത്ര വയസ്സായി നിനക്ക്? 12 വയസ്സ് തൊട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാരും ഒരു ബർത്ത്ഡേ വിഷ് അറിയിച്ചേക്കും. ജൂൺ 2 ഇന്ന്. ബർത്ത്ഡേ കിട്ടിയത് ഇതിലെന്താ ബുക്ക്? ആ ട്രോഫി എന്തിനാ വെറുതെ ഷോക്കേഴ്സിൽ വെച്ച്? ബുക്കൊക്കെ വാങ്ങിയില്ലേ? ബുക്ക് ഉപകാരപ്പെടുമല്ലോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരാള്. അൽമന്നാർ കുളിക്കാൻ പോയി. അവളുടെ ബർത്ത്ഡേ അവളെ എനിക്ക് തരുന്ന ഡയറി മിൽക്ക്. ഞാൻ അങ്ങോട്ടല്ലേ കൊടുക്കേണ്ടത്? ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്തായാലും. കൊമ്പ് വേണം. മുല്ലപ്പൂ എങ്ങനെയൊക്കെ കൊമ്പിട്ട് ഇരുന്നാ മതി. ഹവ്വ ഫാത്തിമ അസ്മാന്റെ ക്ലാസ്സിലെ റിസ ഫാത്തിമായ ഓരൊക്കെ മറ്റേതിലല്ലേ ഒരു കൊല്ലം കഴിഞ്ഞത്. ഇവള് പ്ലേ സ്കൂളിൽ. സ്കൂളിൽ പോകുമ്പോ 2 സൈഡ് കറക്റ്റ് നടക്കുന്ന കൊണ്ടുപോകും. നിക്ക് തലതാത്ത് പൂ വേണ്ടല്ലോ സുവ. അല്ലെങ്കിൽ കുട്ടി എന്ത് വേണ്ടെന്ന് പറയണ കുട്ടിയെ. ഇനി കണ്ണും കൂടെ എഴുതണേ. ഇവിടെ വന്നേ. ഓ ബാത്റൂമിലല്ലേ? കാണിച്ചു കൊടുക്കാനേ? ഇറങ്ങുമ്പോ കാണിച്ചു കൊടുക്കാം. പറ എവിടെ പോവാ? ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് സ്കൂളിൽ പോവാന്ന് പറ. ആ എന്തൊക്കെയാ പിങ്ക്? പിങ്കാണ്, വാട്ടർ ബോട്ടിൽ പിങ്കാണ്, ബാഗ് പിങ്കാണ്. ഇത് നോക്ക് ഗൈസ്, നിങ്ങൾ തലയിലിരിക്കുന്ന ബുഷ് വരെ പിങ്കാണ്. പിങ്കിന്റെ ഭ്രാന്താണ് ഈ കുട്ടിക്ക് അല്ലേ സുവ? യൂണിഫോം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പാവാട, ബനിയൻ, വള കാണിച്ചത് കിലുക്കി കാണിച്ച വള. ആ കണ്ട വളയുമുണ്ട്. തിരിഞ്ഞേ
കണ്ട ഇതാണ് ഞങ്ങളുടെ പുതിയ ബാഗ്. പിള്ളേരൊക്കെ എന്ത് പെട്ടെന്നല്ലേ വലുതാവുന്നത്. മാഷാല്ലാ. അസുവ ഇന്നലെ ജനിച്ച് വീണ ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തായാലും അവളും സ്കൂളിൽ പോകാനായി. അവൾ പ്രീ സ്കൂളിലാണ് കേട്ടോ, LKG UKG ഒന്നും അല്ല. ഒക്കെ 4 വയസ്സാകുന്നതേ ഉള്ളൂ. ഓഗസ്റ്റിലെ 4 തികയത്തുള്ളൂ. അപ്പോൾ പ്രീ സ്കൂളിൽ ഇരുത്തിയിട്ട് പിന്നെ LKG UKG ഒക്കെ ചേർക്കാമെന്ന് ഓർത്തു. അവൾക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ മടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല എക്സൈറ്റഡ് ആയിരുന്ന ആൾ. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്കൂൾ, ഒരു 2 മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ. അപ്പം ചെറിയതും അസുവായും കൂടെ സ്കൂട്ടിയിൽ പോയിട്ട് ഞാനും ഷിനാജും ബാക്കിൽ ഞങ്ങളുടെ സ്കൂട്ടിയിലും പോകാമെന്ന് ഓർത്ത്. അല്ലിമോൾ സ്കൂളിൽ ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. അവൾക്ക് വണ്ടി വരും. അവൾ സ്കൂൾ വണ്ടിയിലാണ് കേട്ടോ പോണത്. അവൾക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവൾ കളർ ഇട്ടിരിക്കുന്നത്. ചേച്ചി എങ്ങോട്ടാ സഞ്ചിയും കൊണ്ട്? റേഷൻ കടയിലോട്ടാ? വേണ്ട. ഞങ്ങൾ അസുവാൻ്റെ സ്കൂളിലോട്ട് പോകുവാണ്. ചെറിയ ദിവസം ഫ്രണ്ടിൽ പോയി. മലാറേ, നീ എക്സൈറ്റഡ് അസുവ? ബലൂണൊക്കെ ഉണ്ടല്ലോ. മദർസയാണ്, വീഡിയോ എടുക്കാൻ പറ്റുമോ? അതാണ് ഗൈസ് അസ്വാൻ്റെ അൽമനാർ സ്കൂൾ. ശരിക്കും പറഞ്ഞാൽ ഇത് അല്ലുമൊക്കെ പഠിക്കുന്ന മദർസയാണ് കേട്ടോ. അപ്പോൾ മദർസ തന്നെ സ്കൂളാക്കി അങ്ങനെ എന്തോ ഒരു സെറ്റപ്പൊക്കെയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അൽമനാർ എന്ന് കേട്ടോ ഇതിൻ്റെ പേര്. അസുവാണെങ്കിൽ അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരി വരും. അവൾ അൽമലാർ എന്നും പറഞ്ഞാൽ നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അത് ഓരോ ബലൂണൊക്കെ കൊടുത്ത് അസുവാൻ്റെ തോളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് അളിയൻ്റെ ഏട്ടൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അസുവായി ഇവനും സെയിം ഏജാണ്, ഒരേ ക്ലാസ്സിലാണ് രണ്ടുപേരും. അവനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ആൾക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവളെ കൊണ്ടാക്കി ജസ്റ്റ് അവൾ കയറി ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞാണ് ഞാനും ഷിനാജും പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടുപോയി. കാരണം അവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് മാറിയിരുന്നു. ഇവളുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് എന്തോ 10-12 പിള്ളേരൊന്നും ഉള്ളായിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ ഫ്രണ്ടിലിരുത്തിയത്. പക്ഷേ ഇവളാണെങ്കിൽ അവിടെ ഇരുന്നില്ല. ഞങ്ങളുടെ അടുത്തോട്ട് ഇടക്കിടക്ക് ഓടി വരുമായിരുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഞങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഷിനാജ് കാക്കും പാത്തും വന്ന് അവിടെ ഇരിപ്പുണ്ടെന്നും. എനിക്ക് ഷിനാജിന് പൊതുവേ ഈ പ്രസംഗവും ഇതൊന്നും കേട്ടിരിക്കാൻ വലിയ താല്പര്യമില്ലാത്തതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് കയറി പെട്ടുപോയി. അതുകൊണ്ടാണ് ഇവർക്കെന്തോ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്തായാലും പോകാമല്ലോ എന്ന് വിചാരിച്ച് അസുവ അതേ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പോയി കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരും. അവൾ അവിടെ പിള്ളേരുടെ കൂടെ ഇരിക്കുന്നേ ഇല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അസുവ ആണെങ്കിൽ കണ്ടില്ലേ, അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. എന്നിട്ട് ഷിനാജിൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് നല്ല വർത്താനാണ് കേട്ടോ ആൾ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവളുടെ ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിൽ പോകുന്നത്. വേറെ ആരുടെ അതിനും ഞങ്ങളങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇവളുടെ പോയാൽ ഞാനും ഷിനാജും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവളവിടെ ചെന്നിട്ട് എന്താകും എങ്ങനെയാകും എന്നൊക്കെ കാണാൻ വേണ്ടി. ന്യൂ അഡ്മിഷനിലുള്ള പിള്ളേർക്ക് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലെന്തോ ബുക്ക്, സ്കെയില്, പെൻസില് അങ്ങനെ എന്തൊക്കെ ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ അസുവാണ് ഫസ്റ്റത്തെ റോൾ നമ്പർ അവളുടെ ക്ലാസ്സിൽ. അപ്പോൾ അവൾക്ക് ആദ്യം കിട്ടി. എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സമ്മാനം ഞാൻ എടുക്കുവേ. സമ്മാനം നമുക്ക് ബേബിക്ക് കൊടുക്കാം. തരുവാ? ബേബിക്ക് കൊടുക്കാൻ തരുവാ സമ്മാനം? ഇല്ലേ? ഓ നമുക്ക് ബേബിക്ക് കൊടുക്കാം. പറ്റും. ടീച്ചറോട് ഒരു പാട്ട് പാടാൻ മൈക്ക് തരാൻ പറ. ചെല്ല്. പാട്ട് പാടണോന്ന് പറ. ചെല്ല്. ഇവൻ അവൻ്റെ ഉമ്മച്ചിയായിട്ടാണ് കേട്ടോ പിള്ളേരോടെയൊക്കെ പോയിരുന്നത്. അവൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആൾ ഏകദേശമൊക്കെ സെറ്റായി വന്ന്. അസുവ പിന്നെ കയ്യിൽ പിടിച്ച് നടക്കുമായിരുന്നു. അവനെ തോളത്തും കൈയിട്ട് അവനെയും കൊണ്ട് നടക്കുമായിരുന്നു. എന്ത് പറയുന്നേ? ചെല്ലമ്മയ്ക്ക് പറ. എത്തിപ്പെട്ടത് കുട്ടികളുടെ സ്കൂൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂള് അറിയാം അല്ലേ? അങ്ങനെ ശരി.
മൈക്ക 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 ഓടിക്കേ. അസുവ കയ്യും പിടിച്ച് നടന്നതല്ല, അവൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഓരോ രക്ഷിതാക്കളോടും എങ്ങനെയാണ് ഇവിടെ എത്തിയപ്പെട്ടത്, സ്കൂളിനെ പറ്റി എങ്ങനെ അറിഞ്ഞ്, എന്താണ് ഇവിടെ ചേർക്കാൻ കാരണമെന്നൊക്കെ ഓരോ രക്ഷിതാക്കളും ഇങ്ങനെ പറയാൻ പറഞ്ഞ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയതായിരുന്നു ഫസ്റ്റ്, കാരണം റോൾ നമ്പർ ഫസ്റ്റ് അസുവാണ്, അതുകൊണ്ട് ചെറിയതാണ് ആദ്യം പറഞ്ഞത്. ചെറിയനാണ് എന്തൊരു മടിയായിരുന്നെന്നറിയാം. പക്ഷേ ചെറിയൻ്റെ സ്വഭാവം വെച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കേണ്ടതാണ്. ആൾക്ക് മടി എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. പക്ഷേ അപ്പം ഈ ആൾ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ഭയങ്കര മടിച്ചവിടെ ഇരിക്കുമായിരുന്നു. ഇത് പുതിയ അഡ്മിഷനാ, ചേർത്തിയിട്ടില്ല. ചേർക്കുന്നതിന് മുന്നേ എങ്ങനെ ഈ ചേർത്തിയാൽ എങ്ങനെ കാരണം ഞങ്ങളുടെ കൊച്ചിന് പിന്നെ മടിയൊന്നും ഇല്ല കേട്ടോ. പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. അവളുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ അതേ ആ തൂണിലും ചാരി കറങ്ങി കളിച്ച് നിൽക്കുമായിരുന്നു ആള്. പിന്നെ ചെറിയതും കൂടെ ചെന്നിട്ടാണ് യൂണിഫോം ഒക്കെ കൊടുത്തത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ബുധനാഴ്ചത്തേക്ക് യൂണിഫോം ഇല്ല, കളറായിരിക്കും ഇടണ്ടേന്നാണ്. പക്ഷേ യൂണിഫോം ഉണ്ട് കേട്ടോ. ബുധനാഴ്ചത്തെ യൂണിഫോമാണ് അപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ സ്കൂളിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഗ്ലാസ് പായസവും കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഒരു 9:30 എത്തിയിട്ട് 11:30 ആയി കേട്ടോ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും. ഷിനാജാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ദിവസം സ്കൂളിലത്തെ ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടൊക്കെ പാടിയല്ലേ? ഈ ഉഷാർ നാളെ കണ്ടാ വർഷം മൊത്തം കണ്ടാ മതി. ഇന്ന് നല്ല കളിച്ച് ചിരിച്ച് പോയി. നാളെ ഇനി ഇതേപോലെ പോയാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനെ വീട്ടിൽ വന്ന് ഷിനാജിന് പിന്നെ ഫുഡ് എടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ദോശ ദോശ എനിക്ക് വേണ്ട മടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പൊറോട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഷിനാജും കഴിച്ചത്. പൊറോട്ട, ഗ്രീൻ ബീൻസ് കറി, പിന്നെ സോയാബീൻ പൊരിച്ചത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ സോയാബീൻ. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. ഇനി എന്തായാലും ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞതേ ഷിനാജ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ ഇനി 2 ദിവസം ഇവിടെ നിന്നിട്ടേ തിരിച്ച് പോകത്തുള്ളൂ. പോയൊരു ഉടുപ്പിടാ സുവാ, വീഡിയോ എടുക്കാൻ. എന്നാ എന്നെ വീഡിയോ എടുക്കൂലേ? മുല്ലപ്പൂ. വൈകുന്നേരം പോവാന്ന് പറഞ്ഞാൽ കേക്കത്തില്ല നിങ്ങള്. ഇനി എന്നെ വിളിക്കാപ്പ വരും. അങ്ങനെ ഷിനാജ് പോയിട്ടോ. ഷിനാജ് പോയി കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കൂടെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആയിപ്പോയത്. പിന്നെ അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ സ്വഭാവം. കേട്ടോ, പക്ഷെ മഴ പെയ്യുന്നൊരു മട്ടൊന്നും കാണുന്നില്ല. അസുകളുടെ യൂണിഫോമൊക്കെ ഊരിയിട്ട് ഇതേ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. അവിടെ കളിക്കാനാണെന്നും പറഞ്ഞു. ഷിനാജ് പോയപ്പോൾ ഒരു സങ്കടം. 2 ദിവസം കഴിഞ്ഞാൽ വരും എന്നെ വിളിക്കാൻ. എന്നോട് പറഞ്ഞതാ ചെല്ലാൻ. കുളിക്കട്ടെ പോയി. ചെറിയത് കുളിക്കുമായിരുന്നു, കുളിച്ചിറങ്ങി. ഞാൻ കുളിക്കണം. ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് ചെറിയത് പോയി. ഞങ്ങൾ പിന്നെ ഒരു സദ്യപ്രാന്തികളാണ്, വെറും ചോറ് അഡിക്റ്റാണ് ഞങ്ങൾ 2 പേരും. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. ഈ കാണുന്നത് അളിയൻ്റെ വീടാട്ടോ. പറഞ്ഞ പോലെ ചെറിയതിൻ്റെ വീട് പണി എന്തായെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ കാണിച്ചു തരാം. മുകളിലോട്ട് കയറാൻ എനിക്കിപ്പോൾ വയ്യ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരാം. വൈറ്റ് വാഷ് അടിച്ച് ഇനി ടൈൽസാന്ന് തോന്നുന്നു അടുത്ത പണി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ ലുക്ക്. ആ കാണുന്നത് കൊച്ചുവിൻ്റെ റൂമാണ്. കഴിക്കാൻ പോകുന്നതുകൊണ്ട് കണ്ണെഴുതിയിട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഒന്നുമില്ല. കരഞ്ഞിരിക്കുന്ന കൊച്ചാണ് കഴിച്ചത്. അവൾക്ക് ഇട്ട ഈ ഫ്രോക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവർ പറയും നല്ലതാണ്. കണ്ടാ, നല്ല അടിപൊളി ഫ്രോക്കാണ് ഞങ്ങളെ പുതിയത്. എന്നിട്ടാണ് ആ പറയുന്നത് രസമാണ്. ചെറിയതിന് പൊതുവേ പുറകിൽ ഒരാളെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 6-7 വർഷം ആൾ സ്കൂട്ടി ഓടിക്കുന്നു. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. ഇവിടെ പോണ വഴിയിലുള്ളതാട്ടെ ഈ മുല്ലപ്പൂ ഇഷ്ടം പോലെയാണ്. ഓക്കെ, അത് നല്ല അടുക്ക് മുല്ല നിറച്ചുണ്ട്. ഇതേ പോണ ഒരാൾ പറഞ്ഞു. എന്തൊരു മണം കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. താഴെയൊക്കെ നോക്കി നിറച്ച് കിടക്കുക വീണ്.
എന്നെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുന്നതിന് കുറേ പറഞ്ഞ് നമുക്ക് ഓട്ടോയിൽ പോകാം. ഞാൻ പറഞ്ഞു എന്താ അതിൻ്റെ ആവശ്യം, സ്കൂട്ടിയുള്ളപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ച് പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യം കൊടുത്ത് കൊണ്ടുപോകണം കേട്ടോ. ആദ്യമായിട്ടൊന്നും അല്ല എന്നെ വെച്ച് ഓടിക്കുന്നത്, എന്നാലും ആൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ തന്നെയായിരുന്നു കൂടുതലും ഇവിടെ വന്ന വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഷിനാജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ നീ തൊട്ട് പോകരുതെന്ന്. ഷിനാജിന് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓടിക്കാഞ്ഞത്. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ഇട്ടിട്ടാണ് ഇവൾ കരഞ്ഞത്. ഡ്രസ്സ് രസമില്ല എന്നും പറഞ്ഞു. എല്ലാം പിങ്കാ, ബുഷ് പിങ്ക് ഒക്കെ നേരെ നിൽക്ക്. ഫ്രോക്ക് പിങ്ക്, ചെരുപ്പ് മാത്രം പിങ്ക് അല്ല അല്ലേ സുവ? ഞങ്ങൾ രണ്ടുപേരും പിന്നെ വെറുംചോറ് അഡിക്റ്റ് ആയതുകൊണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ, അതുകൊണ്ടാണെന്നാൽ പോയി സദ്യ കഴിക്കാമെന്ന് ഓർത്തത്. വൈകുന്നേരം പിന്നെ എന്തെങ്കിലും ചോറും കറിയും വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ചോറ്, ഉപ്പേരി, പിന്നെ മത്തനും പരിപ്പും പയർ എന്തൊക്കെയുള്ളൊരു കറി, അച്ചാർ, സാമ്പാർ, മോര്, രസം, പായസവും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡായിട്ട് മഷ്റൂമില്ലേ അതിൻ്റെ കറിയും കൂടെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് കേട്ടോ മഷ്റൂമിൻ്റെ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല രീതിയിൽ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് തിരിച്ചു പോകുന്ന വഴി ബേക്കറിയിൽ കയറിയിട്ട് കേക്ക് വാങ്ങണമായിരുന്നു. അല്ലുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ വൈകുന്നേരം അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കേക്കും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചേട്ടാ ഈ ഒരു കേക്ക്. എന്തൊരു സോഫ്റ്റാണെന്ന് അറിയാവോ, ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് എപ്പോഴും ഞാൻ ഈ ഒരു സാധനം ബട്ടർ കേക്ക് വാങ്ങും കേട്ടോ. അങ്ങനെ അല്ലു സ്കൂളിൽ നിന്ന് വന്ന് ഇനി നമുക്ക് കേക്ക് മുറിക്കാം. അതൊന്നും ഞാൻ പറഞ്ഞില്ല, നോക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ കിട്ടി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അസ്വ മാത്രമാണ് ഓർമ്മിച്ച് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയത്. ബാക്കി എല്ലാവരും നോക്കുത്തികളെ പോലെ മാറി നോക്കി നിൽക്കുമായിരുന്നു. അല്ലുവിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അളിയൻ്റെ അനിയൻ്റെ മോളാട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഏതോ ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് അടുത്ത പരിപാടിക്കിരുന്നു ഞങ്ങൾ. അങ്ങനെ പിന്നെ അല്ലുവിന് പുസ്തകമൊക്കെ പൊതിയാനുണ്ടായിരുന്നു, അവൾക്ക് സ്കൂളിൽ പോയപ്പോൾ കിട്ടിയതാട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റു അടിച്ച്. ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിൽ പോണ സമയവും ഈ പുസ്തകം പൊതിയുന്ന ആ ഒരു ടൈമും ഒക്കെ ഓർമ്മ വന്ന്. ഞാനും എൻ്റെ അനിയനും 1 വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഉമ്മാക്കായിരുന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പോണ ടൈമിൽ പാട് രണ്ടുപേരെയും ബുക്കും പുസ്തകവും ഒക്കെ ഇരുന്ന് പൊതിയണ്ടേ. പക്ഷെ ആ ഒരു സമയമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തിരിച്ചു കിട്ടാത്ത കാലങ്ങളാണല്ലോ അതൊക്കെ. ഞാനതിൽ മലയാളം ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ 1-2 കഥയൊക്കെ ഇരുന്ന് വായിച്ചു കേട്ടോ. പിന്നെ അസ്വ വന്നിട്ട് ദേ ബേബിക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അനക്കമൊക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ട് കേട്ടോ, മാഷാഅല്ലാ. അപ്പോൾ ഞാൻ അനങ്ങുമ്പോൾ അസ്വാനെ വിളിച്ചിട്ട് കൈ വെപ്പിക്കും. എന്നിട്ട് ദേ ബേബി ചവിട്ടുന്നെന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. 1-2-3 വട്ടമൊക്കെ ചവിട്ടിയപ്പം അവൾക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് നല്ല ലാവിഷായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചല്ലോ. പിന്നെ ആ കേക്കും കാര്യങ്ങളൊക്കെ തിന്നതുകൊണ്ട് ഒരു 10-11 മണിയായപ്പോഴാട്ടോ പിന്നെ വിശന്നത്. ചോറ് ചെറിയത് വെച്ചിട്ടുണ്ടായിരുന്നു, തലേ ദിവസത്തെ വെള്ളരിക്ക കറിയും, പിന്നെ കുറച്ച് തക്കാളി എടുത്ത് ഞാൻ മെഴുക്ക് വരട്ടി, അച്ചാറും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ച ഫുഡൊന്ന് അയയാൻ വേണ്ടിയിട്ട് ഞാനൊരു 5-10 മിനിറ്റ് ഇങ്ങനെ നടക്കും. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവാണ് കേട്ടോ. ആൾ നല്ല അനക്കമാണ്. രാവിലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ, അതേപോലെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ, രാത്രി പിന്നെ കൂടുതലും 12 മണി 1 മണി ആ ഒരു ടൈമിലൊക്കെ ആട്ടോ കൂടുതൽ ആക്റ്റീവ്. പിന്നെ വെളുപ്പിന് 5 മണിക്കൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷിനാജിനോട് പറയും പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ആയിരിക്കും അല്ലേ ആൾ ഉണർന്നിരിക്കുന്നത്. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ.